നമസ്കാരം. ഇത് പശ്ചിമ ബംഗാളിലെ കൽക്കട്ട എന്ന നഗരത്തിൻ്റെ റെഡ് റോഡ് എന്ന ഒരു റോഡാണ്. എത്ര സുന്ദരമായിട്ട് കിടക്കുന്ന വാഹനങ്ങളൊന്നും ഒരിടത്തും തടഞ്ഞു നിർത്തിയിട്ടില്ല, ട്രാഫിക്കില്ല. സുഗമമായിട്ട് സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും മറ്റും കാണാം, ആളുകളെയും മറ്റുമൊക്കെ കാണാം. ഇത് 2026 ദൃശ്യങ്ങളാണെങ്കിൽ 2025 ഇതേ സെയിം ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഈ ഈദ് പെരുന്നാളുണ്ടവർക്ക്, ബക്രീദ് പെരുന്നാളും പറ്റും. അന്ന് അവർ ഈ കൂട്ട നമാസ് നടത്താൻ വേണ്ടിയിട്ട് ഈ റെഡ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ ആയിരക്കണക്കിന് വാഹനങ്ങളും ആളുകളും പോകുന്ന റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ ഈ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ നമാസിൻ്റെ പേരിൽ ഈ നിസ്കാരത്തിൻ്റെ പേരിൽ റോഡ് ബ്ലോക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലാതെ റോഡ് ഒന്നും പറ്റില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ബലപ്രയോഗം ഒന്നും ഉണ്ടാവേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ അവർ അനുസരിക്കുന്നു. അപ്പോൾ അനുസരണയുള്ള ഒരു ജനതയാണ് എന്ന് അവർ തന്നെ തെളിയിക്കുന്നുണ്ട്. അത് താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറയുന്ന പോലെ പേടിക്കേണ്ടവരെ പേടിക്കാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ തങ്ങളെ പ്രീണിപ്പിച്ച് നിൽക്കുന്ന ആളുകളാണ് ഭരണത്തിലെങ്കിൽ അവർ റോഡ് കയ്യേറുകയും എന്ത് തെമ്മാടിത്തരം കാണിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എത്രയോ കാലത്തിന് ശേഷം ഒന്ന് ഓർത്തു നോക്കൂ, തുടർച്ചയായി തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു കലാപരിപാടിയായിരുന്നു ഈ റോഡ് കയ്യേറിക്കൊണ്ട്, റോഡ് അടച്ചുകൊണ്ട്, മറ്റാരെയും അതിലെ പോവാൻ അനുവദിക്കാതെ ഈ നിസ്കാരം ചെയ്തുകൊണ്ടിരുന്നത്. അതൊരൊറ്റ ഡയലോഗിൽ അവിടെ ഭരണമേറ്റതിന് ശേഷം BJPയുടെ മുഖ്യമന്ത്രി പറഞ്ഞു, റോഡ് കയ്യേറാൻ ഇനി സമ്മതിക്കില്ല, റോഡിൽ നമാസ് അനുവദിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സമീപത്തുള്ള ഒരു വലിയ ഗ്രൗണ്ടുണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ ഇവർ പലപ്പോഴും ന്യായമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ മുക്കിന് മോസ്കുകളും മറ്റും ഉണ്ടെങ്കിലും അവിടെ സ്ഥലം തികയാതെ വരുന്നു എന്നാണ്. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ക്രിസ്തീയ വിശ്വാസികളെ പോലെയല്ല, ഹിന്ദു വിശ്വാസികളെ പോലെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയത്തിന് പവിത്രത ഉണ്ട്. കാരണം അതിനകത്താണ് ഒരുപക്ഷെ യേശുവിൻ്റെ രൂപമുള്ളത്, അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപമുള്ളത്. ഇനി ഹിന്ദുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ദേവീ ദേവന്മാരൊക്കെ ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം എന്ന് പറഞ്ഞാൽ പവിത്രമാണ്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തുകൂടാനുള്ള ഒരു സ്ഥലം, പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം, അതിനപ്പുറം ആ കെട്ടിടത്തിന് മറ്റ് പ്രത്യേകത ഒന്നുമില്ല. അതുകൊണ്ടാണ് അവർക്ക് എവിടെയും, ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് വീടുണ്ടെങ്കിൽ വീട്ടിലാവാം, വീടിൻ്റെ മുറ്റത്താവാം, അല്ലെങ്കിൽ ആരാധനാലയം ഉണ്ടെങ്കിൽ അവിടെയാവാം, ആ പറമ്പിലാവാം. എന്തിന് റോഡിലേക്ക് ഇറങ്ങി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ലളിതമായിട്ടുള്ള ചോദ്യമാണ്. കൂടുതൽ തർക്കിച്ചു വരുമ്പോൾ ഇത്രയും പള്ളികൾ കെട്ടിയിട്ടിട്ട് ആ പള്ളി നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ എങ്കിൽ പിന്നെ ആ പള്ളി സർക്കാർ അങ്ങ് കണ്ടുകെട്ടട്ടെ എന്ന തിരിച്ചുള്ള ഒരു ചോദ്യത്തിൽ കുരുപൊട്ടിയൊന്നും മിണ്ടാതെ നിൽക്കുന്ന ആളുകളെ പല ദേശീയ ചാനലിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരാൾ നിവർന്നു നിന്നിട്ട് പറഞ്ഞു, ഇനി അത് പറ്റില്ല, റോഡ് കയ്യേറാൻ പറ്റില്ല. മറ്റാളുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ വിശ്വാസം നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സ്വിച്ചിട്ടതുപോലെ നിന്നു. ഇനി നബിദിനം പോലുള്ള സംഗതികളൊക്കെ വരുമ്പോൾ ഈ റോഡിലൂടെ നബിദിന ഘോഷയാത്രയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോ, കുഴപ്പമില്ല, ഒരു സൈഡ്, റോഡിൻ്റെ ഒരു സൈഡ് അതിന് ഉപയോഗിച്ചോളൂ. അത് എല്ലാത്തരം മതവിശ്വാസികളും അവരവരുടെ ആഘോഷങ്ങളും മറ്റുമൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ കാണിച്ചത് അതല്ലല്ലോ. ഇവിടെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട്, ഇപ്പം നടന്നു പോവുകയല്ല ചെയ്യുന്നത്, റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ഏതാനും മിനിറ്റുകൾ ഉള്ള ഒരു നമാസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, പക്ഷേ അതിനെ തുടർന്ന് അരമണിക്കൂറോ 1 മണിക്കൂറോ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയങ്ങളാണ് മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുന്നത്. അത് പാടില്ല എന്നൊരു ഭരണാധികാരി ആർജവത്തോടെ പറഞ്ഞപ്പോൾ സ്വിച്ചിട്ടതുപോലെ അത് നിന്നു. അപ്പോൾ പ്രീണനം മാത്രമല്ല അവർക്ക് വശമുള്ളത്, ഭയം എന്നൊരു സംഗതി കൂടി അവർക്ക് ഇപ്പോൾ വശമായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ ഇങ്ങനെ ആർജവത്തോട് പറഞ്ഞില്ല? യഥാർത്ഥത്തിൽ ഈ ഒരു വിഭാഗത്തിനെ ഇത്രയേറെ വഷളാക്കിയത് ഇവരുടെ വോട്ടും വാങ്ങി ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നവർ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.